അല്ല, ഇവർക്ക് വായിക്കാനറിയില്ലേ? ഇംഗ്ലീഷും ഹിന്ദിയും വായിക്കാറില്ലേ? അവരുടെ ഐഡിയോളജി അല്ലേ അത്? അവരുടെ അഗേൻസ്റ്റ് FIR ഇടുന്ന ആവശ്യമുണ്ടോ? ഇതെന്താ നിങ്ങൾ ചോദിക്കുന്നത്? ഇങ്ങനെ ഞങ്ങളെ വിഡ്ഢിയാക്കാൻ നോക്കുകയാണോ? അല്ല, VD സതീശൻ എന്നും പറഞ്ഞോട്ടെ, ഇതല്ല സത്യം. ജമാഅത്തെ ഇസ്ലാമി പറയുന്നു ഞങ്ങൾ ശരിയ ലോ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്, ഞങ്ങൾ ആന്റി സെക്യുലർ പാർട്ടിയാണ്, ഞങ്ങൾ ആന്റി ഡെമോക്രസി പാർട്ടിയാണ്. എന്നിട്ടാണ് കോൺഗ്രസ് ഒരു കയ്യിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വേവ് ചെയ്തിട്ട് ഇവരുടെ ഒപ്പം അലയൻസ് ചെയ്യുന്നത്. അതൊരു എറ്റത്താപ്പല്ലേ? അതൊരു ഹിപ്പോക്രസി അല്ലേ? പറയട്ടെ അവര്, ഞങ്ങൾ ഹിപ്പോക്രസിക് പാർട്ടിയാണെന്ന്. ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിന്ന് ജയിലയക്കാനല്ലോ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞെന്താണ്? ഇവര് രാഹുൽ ഗാന്ധി ഇവിടെ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ കോൺസ്റ്റിറ്റ്യൂഷൻ വേവ് ചെയ്യുക. സെക്യുലറിസം ആരാണ് വർഗീയവാദി പാർട്ടി? BJP ആണ് വർഗീയവാദി പാർട്ടി. ആരാണ് ഇവിടെ ആന്റി സെക്യുലർ വിശ്വസിക്കുന്ന പാർട്ടി? ജമാഅത്തെ ഇസ്ലാമി അല്ലേ? അതിനെക്കുറിച്ച് ചോദിക്കൂ. നിങ്ങൾ എന്തുകൊണ്ട് ഒരു കയ്യിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വേവ് ചെയ്യുന്നു, ഒരു നമ്മൾ സെക്യുലറിസം വിശ്വസിക്കുന്ന അല്ല? ഇതാണ് ചോദിക്കേണ്ടത്. അവര് ജയിലിൽ പോയില്ല എന്നോ, അവര് കേസ് ഫയൽ ചെയ്തതിന് ലെഫ്റ്റും കോൺഗ്രസും ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയാ അവര് കേസ് ഫയൽ ചെയ്യുന്നത്? കർണാടകയില് SDPIന്റെ കേസ് 100 കൂടുതൽ കേസ് സിദ്ധരാമയ്യ വിഡ്രോ ചെയ്തല്ലേ? ആരാണ് കേസ് പറയുന്നത്? NIA യോ? ലോ ആൻഡ് ഓർഡർ ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. നിങ്ങൾ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി സതീശൻജിയോട് ചോദിക്കുകയാണെങ്കിൽ ഇത് മനസ്സിലാക്കി ചോദിക്കണം. നിങ്ങൾ ന്യായീകരിക്കുകയാണെങ്കിൽ നോക്കൂ, ഇങ്ങനെ ന്യായീകരിക്കാൻ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അതിൽ ഞാൻ അതിന് വിമർശിക്കാൻ പോകുന്നില്ല, തർക്കിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ന്യായീകരിക്കുകയാണെങ്കിൽ ഒരു പാർട്ടി ഓപ്പൺലി പറയുന്നു, ഒരു ഓർഗനൈസേഷൻ, ഉമ്മൻചാണ്ടി എന്തിനാണ് 2018 പറഞ്ഞ് ഇതൊരു ഡേഞ്ചറസ് ഓർഗനൈസേഷൻ ആണെന്ന്? അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ വിദ്വാനല്ലേ? ഒരു ക്രെഡിബിൾ ലീഡർ അല്ലേ? എന്തോ ഒരു കേസില് ഗവൺമെന്റ് ഓഫ് കേരള ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിനെ കുറിച്ച്. അത് ഞാൻ ഡീറ്റെയിൽസ് കൊണ്ടുവന്നിട്ടില്ല. ഉമ്മൻചാണ്ടി ഞാൻ കോടതിയിലല്ലോ, അല്ല എന്റെ ഒപ്പം ഇങ്ങനെ അറിയേണ്ട ആവശ്യമില്ല. ഇതാണ് ജമാഅത്തെ ഇസ്ലാമി. നിങ്ങൾക്ക് ന്യായീകരിക്കണമെങ്കിൽ ന്യായീകരിച്ചോളൂ, നിങ്ങളുടെ അവകാശമാണ്. അറിയാൻ വേണ്ടി ഞാൻ ഇരുന്ന് പറഞ്ഞുതരാം. ഇതൊരു പ്രസ് കോൺഫറൻസിൽ ജമാഅത്തെ ഇസ്ലാമി എന്തൊരു ഓർഗനൈസേഷൻ ആണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ വേണ്ട. നിങ്ങളുടെ ഒപ്പീനിയൻ ചേഞ്ച് ചെയ്യാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ അത് കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ഒരു ആന്റി സെക്യുലറും ആന്റി കോൺസ്റ്റിറ്റ്യൂഷനും ആന്റി ഡെമോക്രസി, ഇതാണ് സത്യം. താങ്ക് യു. ഇതൊക്കെ നമ്മൾ നേരത്തെ മറുപടി പറഞ്ഞ കാര്യങ്ങളാണ്, വീണ്ടും വിഷയാക്കി കൊണ്ടുവരണ്ട. BJP അവിടെ കിട്ടിയ വോട്ടൊന്ന് പരിശോധിച്ചാൽ മതി. BJP CPM-ഉമായിട്ട് ധാരണ ഉണ്ടാക്കി കോൺഗ്രസിൻ്റെ വോട്ട്, UDF-ന്റെ വോട്ട് പിടിക്കാൻ പറ്റിയ ഒരു കാൻഡിഡേറ്റിനെ നിർത്തുകയും LDF-ന് വോട്ട് കൊടുക്കാൻ പറ്റിയ ഒരു കാൻഡിഡേറ്റിനെ നിർത്തുകയും ചെയ്തതാണ്. അവിടെ LDF-നെ സഹായിക്കാൻ വേണ്ടി, CPM-നെ സഹായിക്കാൻ വേണ്ടി എടുത്ത കാര്യമാണ്. രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിനെ മതേതരത്വം പഠിപ്പിക്കാൻ വരണ്ട, മനസ്സിലായി? അത് ഏത് പാർട്ടിയിലാണ് നിൽക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി. മതേതരത്വം, സോഷ്യലിസം എന്നുള്ള വാക്ക് ഭരണഘടനയിൽ നിന്ന് എടുത്തു കളയണം, ആമുഖത്തിൽ നിന്ന് എടുത്തു കളയണം എന്ന് പറയുന്ന RSSന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ആൾ ഞങ്ങളെ മതേതരത്വം പഠിപ്പിക്കാൻ വരണ്ട. അതൊക്കെ അവരുടെ വസ്ത്രധാരണത്തിലൊന്നും ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കാറില്ല, സ്വാതന്ത്ര്യ സമരവും നടക്കലല്ല. അത് അന്നത്തെ കാലത്തിൽ ഒരു പ്രതീകമായിട്ടാണ് ഖദർ ധരിക്കുന്നത്. അത് ഖദർ ധരിക്കുന്ന ചെറുപ്പക്കാരുണ്ട്, ഖദർ ധരിക്കാത്തവരുണ്ട്. ഞങ്ങൾ വസ്ത്രധാരണത്തിലൊന്നും ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കില്ല, ഒരു നിർബന്ധം ഒന്നും കൊടുക്കില്ല. ഞാനും എല്ലാ തരത്തിലുള്ള വസ്ത്രം ഉപയോഗിക്കുന്ന ഒരാളാണ്, അതിലൊന്നും ഞങ്ങൾ ഒരു റെസ്ട്രിക്ഷൻ ചെറുപ്പക്കാർക്ക് കൊടുക്കില്ല. അവർ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ.